കർമ്മലീത്ത പൈതൃകത്തെ പറ്റിയും നിങ്ങൾക്ക് ഈ ദേവാലയത്തിന്റെ താഴെ നമ്മുടെ ആരാധന ചാപ്പലിന്റെ സമീപത്തായി ഒരു എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. ആ എക്സിബിഷനിൽ നിങ്ങൾക്ക് കയറിയാൽ കാണാം. ഇതാണ് കാണുന്നത്. അവിടെ കാണുന്നത് ഈ കർമ്മലീത്ത ചൈതന്യത്തെ പറ്റിയും ഈ കർമ്മലീത്ത ചൈതന്യം ജീവിച്ചവരെ പറ്റിയും ഈ കർമ്മലീത്ത ചൈതന്യം ഈ നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുവന്നവരെ പറ്റിയുമാണ്. ഈ നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുവന്ന് ഈ ഉണ്ടൻകോട് നിന്ന് ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് ഇവിടെ വന്ന് ഇതുപോലെ മല കയറിയ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അച്ഛനെ പറ്റിയുമാണ്. അവരിലൊക്കെ ജ്വലിച്ച ആ ചൈതന്യം. മല എന്ന് പറയുന്നത് ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ചൈതന്യത്താൽ ജ്വലിക്കുന്ന ഇടം എന്നുള്ള രീതിയിലാണ്. അല്പം കൂടി എനിക്ക് ദൈവവുമായി ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിത പാര താഴെ വെച്ചിട്ട് മുകളിലേക്ക് കയറുന്നതിനുള്ള ഇടം എന്നുള്ള രീതിയിൽ. അങ്ങനെ മുകളിലേക്ക് കയറുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഉത്തരം. കർത്താവിനോട് അല്പം കൂടി ചേരുന്നതിന് വേണ്ടി. എന്നിട്ടോ അവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അവിടെ ഇരിക്കുവാനുള്ള ടെംപ്റ്റേഷനാണ് സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത്. നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത്, എന്ത് സുഖം. അങ്ങനെയുള്ള ഒരു സുഖത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെ നിന്ന് ആ ചൈതന്യം ഹൃദയത്തിൽ സംവഹിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കുക, ഇന്ന് ഈശോയെ നമ്മൾ കാണുന്നത് നടന്ന് താബോർ മലയിലാണ്. ആ മലയിൽ നിന്ന് വീണ്ടും താഴ്വരയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഈശോയുടെ ഒരു നടപ്പുണ്ട്. അത് കാൽവരി മലയിലേക്കാണ്. ആ കാൽവരി മലയിലെ കുരിശിലുള്ള മരണത്തിന് ശേഷം അത് അവസാനിക്കുന്നില്ല. അവിടെ നിന്ന് ഈ കുരിശിൽ കിടക്കുമ്പോഴുണ്ടല്ലോ, ആ കുരിശിൽ കിടക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ വലതുവശത്തെ കള്ളനോടാണ് പറഞ്ഞ വാക്ക് ഓർക്കാൻ മതി. ആ വാക്കിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഇന്ന് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും എന്നൊരു വചനമുണ്ട്. ആ വചനം ശരിക്കും എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് ചോദിച്ചാൽ, കുരിശിൽ കിടപ്പ് എന്ന് പറയുന്നത് എല്ലാം തീരുന്ന ഒന്നല്ല, പുതിയ ഒരു തുടക്കത്തിന്റെ ആരംഭമാണ്. കുരിശ് പ്രത്യാശ. ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ അത് സ്പന്ദിക്കുന്നു. ആ സ്പന്ദനത്തോടുകൂടി ഇറങ്ങി വരുന്നതിനെയാണ് ഉയർപ്പ് ജീവിതം എന്ന് പറയുന്നത്. ഈ ഉയർപ്പ് ജീവിതത്തിലേക്കാണ് മലയിലേക്കുള്ള കയറ്റം. അവിടെ